ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ആരോമൽ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചില ഭാഗങ്ങളുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷനായിട്ട് 9 മാർക്ക് വരുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അടുത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന ടോപ്പിക്കിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങൾ, ഇനി നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അപ്പോൾ കൂടുതൽ മുഖവരകളൊന്നുമില്ല, മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പൾസ്? പൾസ് 1 മിനിറ്റിൽ എത്ര തവണ ഹൃദയമിടിപ്പ് സംഭവിക്കുന്നു എന്നതിൻ്റെ നിരക്കാണ് പൾസ്. അപ്പോൾ എന്താ പൾസ്? 1 മിനിറ്റിൽ എത്ര തവണ ഹൃദയമിടിപ്പ് സംഭവിക്കുന്നു എന്നതിൻ്റെ നിരക്കാണ് പൾസ്. ശരിക്കും പറഞ്ഞാൽ പൾസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ, രക്തക്കുഴലുകളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തെയാണ് നമ്മൾ ഈ പൾസ് എന്ന് പറയുക. അപ്പം നമ്മുടെ ഈ തമ്പ് അല്ലെങ്കിൽ തമ്പും ചൂണ്ടുവിരലും പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ചില ധമനികളുടെ പ്രത്യേക ഭാഗത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൾസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. ഹൃദയം വിശ്രമത്തിലായിരിക്കുമ്പോൾ പൾസ് നിരക്ക് കുറവായിരിക്കും. എന്നാൽ വ്യായാമം ചെയ്യുമ്പോൾ ഇത് വർദ്ധിക്കുന്നു. കാരണം വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ രക്തം ഉണ്ടല്ലോ, രക്തം വേണ്ടേ? വ്യായാമം ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഊർജ്ജ ഉപയോഗം നടക്കുമ്പോൾ കൂടുതൽ രക്തം എത്തണം ശരീരത്തിൽ. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ രക്തം പമ്പ് ചെയ്യും. കൂടുതൽ രക്തം പമ്പ് ചെയ്യുമ്പോൾ പൾസ് നിരക്കും ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ എന്താ പോയിന്റ് പറഞ്ഞത്? അപ്പം നമ്മുടെ വിശ്രമാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് പൾസ് നിരക്ക് കുറവായിരിക്കും. എന്നാൽ വ്യായാമം ചെയ്യുമ്പോൾ എന്താണ്? കൂടുതൽ രക്തം വേണം, അതുകൊണ്ട് പൾസ് നിരക്ക് കൂടും. ആ ഒരു കാര്യം ആലോചിച്ചോളുക. അപ്പോൾ നമ്മുടെ ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ വിശ്രമവേളയിലുള്ള പൾസ് നിരക്ക് മിനിറ്റിൽ 60 മുതൽ 80 വരെയാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു മുതിർന്ന പൗരൻ്റെ വിശ്രമവേളയിലുള്ള പൾസ് നിരക്ക് എന്ന് പറയുന്നത് മിനിറ്റിൽ 60 മുതൽ 80 വരെയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പൾസ് നിരക്ക് വളരെ വേഗത്തിലായിരിക്കും. അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ പൾസ് നിരക്ക് വളരെ വേഗത്തിലായിരിക്കും. എന്താ പോയിന്റ് പറഞ്ഞേ? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ പൾസ് നിരക്ക് വളരെ വേഗത്തിലായിരിക്കും. ആരോഗ്യമുള്ളൊരു മുതിർന്ന വ്യക്തിൻ്റെ വിശ്രമവേളയിലെ പൾസ് നിരക്ക് 60 മുതൽ 80 വരെ ആയിരിക്കും. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പൾസ് നിരക്ക് വേഗത്തിലായിരിക്കും. ശരീരത്തിലെ ചില പോയിന്റുകളിൽ നേരെ 1ാമത്തെയും 2ാമത്തെയും വിരലുകൾ അമർത്തിക്കൊണ്ട് അതാ പറയാം, നമ്മുടെ പെരുവിരലും ചൂണ്ടുവിരലും അമർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ പൾസ് അളക്കാൻ സാധിക്കും. ശരീരത്തിലെ ചില പോയിന്റുകളിൽ 1ാമത്തെയും 2ാമത്തെയും വിരലുകൾ ഇങ്ങനെ അമർത്തി വെച്ചുകൊണ്ട് നമുക്ക് പൾസ് അറിയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേ നോക്കിയോളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ തൽക്കാലത്തേക്ക് വാച്ച് ഇങ്ങോട്ട് തിരിക്കുവാണ്. കാര്യം നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പൾസ് നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നഴ്സുമാർ മാക്സിമം വാച്ചിൻ്റെ ഡയൽ ഈ രീതിയിൽ കെട്ടുന്ന രീതിയിൽ എന്താ പറയുക, പെട്ടെന്ന് നോക്കുമ്പോൾ കാണാനാണ്. ഈ കൈ കൊണ്ട് നമ്മൾ പൾസ് നോക്കുമെന്ന് വിചാരിച്ചോ, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് നേരെ ഈ കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കും. 60 സെക്കൻഡ് ആകുന്നവരെ എത്ര തവണ കയ്യിൽ ബീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കയ്യിൽ ആ ഒരു പൾസേഷൻ അല്ലെങ്കിൽ പൾസേറ്റിംഗ് ഫീലിംഗ് അത് എത്ര തവണ ഉണ്ടായി എന്ന് എണ്ണിയെടുക്കും. അതാ പറഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഹൃദയമിടിപ്പിൻ്റെ എണ്ണം എന്തെയും കണക്കാക്കും. അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? പൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശരാശരിയേക്കാൾ വേഗതയുള്ള പൾസ്, അപ്പോൾ സാധാരണ രീതിയിൽ വരേണ്ട പൾസിൻ്റെ 72 ഒക്കെ വരേണ്ടത്, അപ്പോൾ അതിൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ശരാശരിയേക്കാൾ വേഗതയുള്ള പൾസ് കാണിക്കുന്നുവെങ്കിൽ അതെന്താ? അണുബാധ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താ പോയിന്റ് പറഞ്ഞേ? ശരാശരിയേക്കാൾ വേഗതയുള്ള പൾസ് അണുബാധ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സെഷനിലോ സെക്കൻഡ് സെഷനിലോ നമ്മൾ മരുന്നുകളെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ? പൾസ് നിരക്ക് കൂടിക്കഴിഞ്ഞാൽ മന്ദഗതിയിലാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ബീറ്റാ ബ്ലോക്കറുകൾ, ഡീഗോക്സിൻ. അപ്പോൾ പൾസ് നിരക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ബീറ്റാ ബ്ലോക്കർ, ഡീഗോക്സിൻ പോലെയുള്ള മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. നോക്കിയോളൂ, ധാരാളം വ്യായാമം ചെയ്യുന്ന വ്യക്തികൾക്കും കായിക താരങ്ങൾക്കും ഹൃദയമിടിപ്പ് വളരെ താഴ്ന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. കാര്യം നമ്മൾ ആദ്യം ഒരു പോയിന്റ് പിടിച്ചപ്പോൾ പറഞ്ഞു വ്യായാമം ചെയ്യുമ്പോൾ ഒരുപാട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പമ്പ് ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ധാരാളം വ്യായാമം ചെയ്യുന്നവർക്കും കായിക താരങ്ങൾക്കും പൾസ് നിരക്ക് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കുറവായിരിക്കും. കാര്യം എന്താ അറിയോ? ദേ മേഡ് പ്രാക്ടീസ്. അവർ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ നോർമലി തന്നെ എത്തും. അതായത് നമ്മൾക്ക് എടുക്കുന്ന അത്രയും ആവശ്യം എഫേർട്ട് ഇല്ലാതെ തന്നെ അവർക്ക് അത്രയും ഓക്സിജൻ കിട്ടും. അതുകൊണ്ടാണ്, കാര്യം അവരുടെ പ്രാക്ടീസ് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത് കേട്ടോ. പെട്ടെന്നൊരു ഡേ അവർ ഉണ്ടാക്കിയെടുത്തതല്ല, അവരുടെ പ്രാക്ടീസ് കൊണ്ടാണ് അവർ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, മസിൽസിന് വേഗത്തിൽ ഓക്സിജൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ്.
അപ്പോൾ ഈ പോയിന്റ് ആലോചിക്കണം. ധാരാളം വ്യായാമം ചെയ്യുന്ന വ്യക്തികൾക്കും കായിക താരങ്ങൾക്കും ഹൃദയമിടിപ്പ് വളരെ താഴ്ന്ന നിലയിലായിരിക്കും. ഓക്കെ, സി മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് 72 തവണ, മിനിറ്റിൽ 72 തവണയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് മിനിറ്റിൽ 72 തവണയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് മക്കളെ? മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക്. ഒരു മിനിറ്റിൽ 72 തവണ ആവറേജ് വാല്യൂ കാണാണ്ട് പഠിച്ചോളണം. എന്നാൽ നവജാത ശിശുക്കളിലത് 120 മുതൽ 140 തവണയും കുട്ടികളിലത് 100 തവണയുമാണ്. ഇപ്പോൾ നിങ്ങൾ പൾസ് നോക്കാൻ കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് വീട്ടിലെ പിള്ളേരുടെ എങ്ങാനും പൾസ് നോക്കുന്ന സമയത്ത് അവിടെ 100 കാണിക്കും. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. നവജാത ശിശുക്കൾക്ക് അത് 120 മുതൽ 140 തവണയും എന്നാൽ കുട്ടികളിലെ പൾസ് നിരക്ക് 100 തവണയുമാണ്. അപ്പോൾ നോർമൽ അഡൾട്ടിൻ്റെ പൾസ് നിരക്ക് എന്ന് പറയുന്നത് എത്രയാ? 72 തവണയാണ്. എന്നാൽ കുട്ടികളിലെ പൾസ് നിരക്ക് എന്ന് പറയുന്നത് 100 തവണയാണ്. നവജാത ശിശു എന്ന് പറയുമ്പോൾ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവർക്ക് എത്രയാ? 120 മുതൽ 140 വരെയൊക്കെ പോകും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നേ ശ്വസന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ശ്വസനവുമായി ബന്ധപ്പെട്ട തകരാറുകൾക്ക് കാരണമായേക്കാവുന്ന, ശ്വസനത്തിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞതിന് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ എന്തോന്നൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ ശ്വസനത്തിന് തടസ്സം വരും, അങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഈ സെഷനിൽ എന്താ നോക്കുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ശ്വസന വ്യവസ്ഥയ്ക്ക് തടസ്സം സംഭവിക്കാം, ഇൻ കേസ് ശ്വസന വ്യവസ്ഥയ്ക്ക് തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഥമ ശുശ്രൂഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ശ്വസന പ്രക്രിയയ്ക്ക് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ ഒരു പ്രഥമ ശുശ്രൂഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയോളൂ. ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില അവസ്ഥകളാണ് വിളർച്ച, ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ്, ഹൃദ്രോഗം, ശ്വാസകോശ ക്യാൻസർ, ന്യൂമോണിയ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ, അലർജി. വിളർച്ച എന്ന് പറഞ്ഞാൽ അനീമിയ എന്ന് പറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോകും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ RBCൻ്റെ അളവ് കുറഞ്ഞു പോകും. RBCൻ്റെ അല്ലെങ്കിൽ അരുണ രക്താണുക്കളുടെ അളവ് കുറയുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജനെ സംവഹിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷിയും കുറയും. അങ്ങനെ കുറയുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും, ബോഡിക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ അനീമിയ ഉണ്ടാവും, അവിടെ ശ്വസന പ്രശ്നം ഉണ്ടാവുന്നത്. ദെൻ ആസ്മ, ശ്വാസനാളത്തിൽ എന്തുണ്ടാവും അറിയോ? നീർക്കെട്ട്. ശ്വാസനാളത്തിൽ അല്ലെങ്കിൽ ശ്വസനപഥത്തിൽ നീർക്കെട്ടിനെ തുടർന്നുണ്ടാവുന്ന ഒരു ശ്വാസകോശ രോഗമാണ് ആസ്മ. ആസ്മ വരുമ്പോൾ ശ്വസനപഥം ചുരുങ്ങിപ്പോകും. നമ്മൾ മുൻ ക്ലാസ്സിൽ ശ്വസനപഥം പറഞ്ഞായിരുന്നു. ശ്വസനപഥം ചുരുങ്ങിപ്പോകുമ്പോൾ എന്ത് പറ്റും? ആവശ്യത്തിന് ഓക്സിജൻ അകത്തേക്ക് കടക്കാതെ സപ്ലൈ വരും. അപ്പോൾ നമ്മൾ എന്ത് സഫക്കേറ്റ് ചെയ്യാൻ തുടങ്ങും, ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാവും. എംഫിസിമയും ബ്രോങ്കൈറ്റിസും അറിയാം. പുകവലിയിലുള്ള അല്ലെങ്കിൽ പുകയിലയിലുള്ള രാസവസ്തുക്കൾ കാരണം വായുവറകളിൽ ഈ രാസവസ്തുക്കൾ അടിയുകയും വായുവറകളുടെ ഇലാസ്തികത നഷ്ടമാവുകയും അതിനെ തുടർന്ന് വായുവറകൾ പൊട്ടിപ്പോവുകയും ചെയ്യുന്ന രോഗമാണ് എംഫിസിമ. വായുവറകൾ പൊട്ടുമ്പോൾ ജൈവക്ഷമത അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി കുറയും. എന്നാൽ ബ്രോങ്കൈറ്റിസിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഈ പുകവലിയിൽ അല്ലെങ്കിൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ പദാർത്ഥങ്ങൾ കാരണം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശ്വാസനാളത്തിലും ശ്വസനയിലും നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കമുണ്ടാവും. അതാണ് ബ്രോങ്കൈറ്റിസ്. ഇതും എന്തിന് കാരണമാവും? ശ്വാസതടസ്സത്തിന് കാരണമാവും. പിന്നെ ഹൃദ്രോഗം നമുക്കറിയാം, ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ ഹൃദയാഘാതം. ദെൻ ശ്വാസകോശ ക്യാൻസർ, ന്യൂമോണിയ, ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ന്യൂമോണിയ. ദെൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ. ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മളിപ്പം എന്താ പറയുക, ഈ ഹൈക്കിങ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉയർന്ന ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ കയറുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ശ്വാസമുട്ടൽ അനുഭവപ്പെടും. അതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്ന് പറയുന്നത്. ദെൻ ആൾസോ അലർജി. ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ, അലർജി, ഇതൊക്കെ കാരണം നമുക്ക് ശ്വസന തടസ്സമുണ്ടാവും. അപ്പോൾ ഒരു പ്രഥമ ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ ഒരാൾക്ക് ശ്വസന തടസ്സം അല്ലെങ്കിൽ ശ്വാസനാള തടസ്സം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യുക? ശ്വാസനാള തടസ്സം എന്നതിനപ്പുറം ശ്വസന തടസ്സം, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെ കേട്ടിരുന്നാൽ മതി, മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, വലിയ ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഒരാൾക്ക് ശ്വാസതടസ്സം വരുന്നു എന്നതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. എന്താ മക്കളെ പറഞ്ഞേ? ഒരാൾക്ക് ശ്വാസതടസ്സം വരുന്നു അല്ലെങ്കിൽ ശ്വാസതടസ്സം സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അസ്വസ്ഥരാകുന്ന ഒരു വെപ്രാളം കാണിക്കാന്ന് അറിയത്തില്ലേ? അസ്വസ്ഥരാകാൻ തുടങ്ങും, വേഗത്തിൽ ശ്വസിക്കുന്നു. അപ്പോൾ ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഈ കണക്കിന് ഞാൻ ചിലപ്പോൾ പറയുന്ന സമയത്ത് ശ്വാസം കിട്ടാൻ ഈ കണക്കിനൊക്കെ വലിക്കത്തില്ലേ, അതുപോലെ ഈ ശ്വാസം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റ് കൂട്ടും, വേഗത്തിൽ ശ്വസിക്കും. പിന്നെ നമുക്ക് കിടക്കുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ ശ്വാസതടസ്സമൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശ്വാസതടസ്സം ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എണീറ്റിരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ അതങ്ങ് മാറും. കിടക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസതടസ്സമാണെങ്കിൽ എണീറ്റിരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഓക്കെ, ദെൻ
വളരെ ഉത്കണ്ഠയും അസ്വസ്ഥതയും പ്രകടിപ്പിക്കും. അപ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുകയും അതോടൊപ്പം തന്നെ ഡിസ്റ്റർബിങ്ങും കാണിക്കും. ഓൾസോ ഉറക്കം അല്ലെങ്കിൽ ഉറക്കം എന്ന് വെച്ചാൽ ക്ഷീണം കൊണ്ട് കുഴഞ്ഞങ്ങ് പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ആശയക്കുഴപ്പം, കൺഫ്യൂസ്ഡ് ആവും. കാര്യം ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. ഇപ്പോൾ പ്രോസസ്സ് എല്ലാം എന്ത് ചെയ്യും? ഡെഡ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിൻ സെൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ സെൽസ് ഡെഡായി പോകും. ഓക്കെ, അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. നിങ്ങളൊന്ന് നോക്കിയടാ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന്. അപ്പോൾ നമ്മുടെ രോഗലക്ഷണങ്ങൾ എന്തോന്നൊക്കെയാണെന്ന് നോക്കിയേ. ശ്വാസതടസ്സം ഉണ്ടാകുമ്പോഴുള്ള രോഗലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കിയേ മക്കളെ. അസ്വസ്ഥരാവുണ്ട്, വേഗത്തിൽ ശ്വസിക്കുന്നു, കിടക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസതടസ്സമാണെങ്കിൽ ഇരിക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴോ അതങ്ങ് പരിഹരിക്കപ്പെടും. വളരെ ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടാവും. ഉറക്കം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. നൗ നോക്കാം, എന്താണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ? വ്യക്തിയുടെ ശ്വാസനാളം, ശ്വസനം, പൾസ് എന്നിവ പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ശ്വാസതടസ്സം, ഈ വെപ്രാള കാണിക്കുന്ന ആളില്ലേ, ആളെ നോക്കിയിട്ട് എന്തൊക്കെ പരിശോധിക്കണം? അയാളുടെ ശ്വാസനാളം. ശ്വാസനാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശ്വസന പദത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുക, അതാണ്. ദെൻ ശ്വസനം, കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ പൾസ് എന്നിവ പരിശോധിക്കുക. എന്നിട്ട് ഇതൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? CPR കൊടുക്കണം. CPR എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അല്ലെങ്കിൽ ഹൃദയ ശ്വസന പുനരുജ്ജീവനം. CPR എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അല്ലെങ്കിൽ ഹൃദയശ്വസന പുനരുജ്ജീവനം. ഹൃദയശ്വസന പുനരുജ്ജീവനം എന്താണെന്ന് നമുക്ക് വഴിയെ വരുന്ന ക്ലാസ്സിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വേറെ ഒന്നുകൂടെ, കൃത്രിമ ശ്വാസം കൊടുക്കുക, നെഞ്ചിൽ പ്രസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നൗ ഇറുകിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അഴിക്കുക. അപ്പോൾ ഈ രോഗി അല്ലെങ്കിൽ പീഡിതൻ ഇറുകിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ആ ഡ്രസ്സ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഇറുകിയ വസ്ത്രങ്ങളാണ് ആ പീഡിതൻ ധരിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആ ഡ്രസ്സ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. കാര്യം ശ്വാസത്തിന് ആ ഒരു ഫ്രീ കിട്ടാനായിട്ടാണ്. ദെൻ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും മരുന്ന്, ഇപ്പോൾ എന്താ പറയുക, ആസ്മ കാരണം ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇൻഹേലർ യൂസ് ചെയ്യില്ല, നമ്മുടെ വാക്കകത്ത് സ്പ്രേ ചെയ്യുന്ന സാധനം. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് അപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഇൻഹേലർ കൊടുക്കുക, അല്ലെങ്കിൽ ഹോം ഓക്സിജൻ പോലുള്ളവ ഉപയോഗിക്കാൻ വ്യക്തിയെ സഹായിക്കുക. അപ്പോൾ ഒരാൾ ഇൻഹേലർ എടുക്കുന്ന ഒരാളാണ്, ആസ്മ കാരണം ഇൻഹേലർ എടുക്കുന്ന ഒരാളാണ്, അപ്പോൾ പെട്ടെന്ന് ശ്വാസതടസ്സം, അപ്പോൾ വെപ്രാളം കാണിക്കും, ആ സാധനം വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ അയാളെ ഇൻഹേലറോ അല്ലെങ്കിൽ ഹോം ഓക്സിജനോ ഉപയോഗിക്കാനായിട്ടുള്ള സഹായം കൊടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞേ, ആളുടെ ശ്വാസനാളവും അതുപോലെ തന്നെ ശ്വസനവും പൾസ് നിരീക്ഷിക്കുക, ആവശ്യമെങ്കിൽ CPR കൊടുക്കുക. ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അതൊന്ന് ലൂസായി കൊടുക്കുക. ഇപ്പോൾ ഇൻഹേലറോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ആ സമയത്തെടുത്ത് കൊടുത്ത് ആളെ സഹായിക്കുക. ഇത് 3 പ്രധാനപ്പെട്ട ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട പ്രഥമ ശുശ്രൂഷകൾ അറിഞ്ഞിരിക്കുന്ന ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് CPR എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനകത്ത് ഒരു മാർക്ക് ചോദ്യം ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. നോ, വൈദ്യസഹായം എത്തുന്നതുവരെ വ്യക്തിയുടെ ശ്വസനവും പൾസും നിരീക്ഷിക്കുന്നത് തുടരുക. അപ്പോൾ അടിയന്തരമായിട്ട് ആ ഒരു വൈദ്യസഹായം ലഭ്യമാക്കണം രോഗിക്ക്. ഈ വൈദ്യസഹായം ലഭ്യമാകുന്നത് വരെയും നമ്മൾ ഈ ശ്വസനവും നിരീക്ഷിക്കണം, അതേപോലെ തന്നെ പൾസും നിരീക്ഷിക്കണം. അപ്പോൾ എന്താ പറയുക, ശ്വാസമുട്ടൽ പോലെയുള്ള അസാധാരണ ശ്വാസോച്ഛ്വാസം ഇനി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ മെച്ചപ്പെടുന്നു എന്ന് കരുതരുത്. അതായത് ഒരാൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു, നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ആ ഒരു വലിവുണ്ടായിരുന്നല്ലോ, ആ സാധനം നിന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ശ്വാസം മുട്ടലൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ചുമയ്ക്കുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതോടുകൂടി ആൾ ഓക്കെ ആയി സെറ്റായി എന്ന് വിചാരിക്കരുത്, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് എന്താ, വൈദ്യസഹായം ലഭ്യമാക്കുന്നത്. ഇപ്പോൾ പ്രഥമ ശുശ്രൂഷ ഏതുവരെയാണ് ചെയ്യേണ്ടത്? വൈദ്യസഹായം ലഭ്യമാക്കുന്നത് വരെ. അത് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ പഠിച്ചൊരു ചോദ്യം കൂടെയാണ്. പ്രഥമ ശുശ്രൂഷ ഏതുവരെ തുടർന്നിരിക്കണം മക്കളെ? വൈദ്യസഹായം ലഭിക്കുന്നത് വരെയും പ്രഥമ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി കഴുത്തിലോ നെഞ്ചിലോ തുറന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അപകടം കാരണം ശ്വാസതടസ്സം ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ കഴുത്തിലോ നെഞ്ചിലോ തുറന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ അവ ഉടനടി അടയ്ക്കണം. ഉടനടി അടച്ചിട്ട്, ഇത് അടയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബാൻഡേജ് കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ കവർ ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ആ മുറിവുകളിലൂടെ വായു കുമിളകൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബബിൾസ് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ആക്സിഡൻറ്റ് കേസിൽ കിടക്കണം, അപ്പോൾ ആളുടെ കഴുത്തിൽ ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നെഞ്ചിലൊരു മുറിവുണ്ട്, അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ കൂടെ വായു കുമിളകൾ പോകുന്നുണ്ട്, അതിനർത്ഥം ശ്വസന പദത്തിൽ ഇഞ്ചുറി ഉണ്ട്, വായു പുറത്തു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ബാൻഡേജ് അല്ലെങ്കിൽ എന്താ പറയുക, ബാൻഡേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തുണി വെച്ചെങ്കിലും എന്ത് ചെയ്യുക, കവർ ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഒരു ചികിത്സ ലഭ്യമാകുന്നത് വരെയും. ഓക്കെ, പ്രത്യേകിച്ച് മുറിവിൽ വായു കുമിളകൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത്തരം മുറിവുകൾ ഉടനടി ബാൻഡേജ് ചെയ്യുക. അപ്പോൾ മുറിവിൽ വായു കുമിളകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരവസ്ഥ വരുവാണെങ്കിൽ അത്തരം മുറിവുകൾ എന്ത് ചെയ്യുക, ഉടനടി ബാൻഡേജ് ചെയ്യുക. മുറിവിൽ വായു കുമിളകൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത്തരം മുറിവുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഉടനടി ബാൻഡേജ് ചെയ്യുക. ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. ഇനി
നമ്മൾ ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസനാള തടസ്സം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസനാള തടസ്സം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. ഒന്ന്, വ്യക്തിക്ക് ഭക്ഷണമോ പാനീയമോ നൽകരുത്. അപ്പോൾ നൽകുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വ്യക്തിക്ക് ഭക്ഷണമോ പാനീയമോ നൽകരുത്. അതെന്ന് വെച്ചാൽ ചോക്കിങ് ഉണ്ടാവും, കുടുങ്ങാൻ സാധ്യതയുണ്ട്. ദെൻ തല, കഴുത്ത്, നെഞ്ച്, തല, കഴുത്ത്, നെഞ്ച് അല്ലെങ്കിൽ ശ്വാസനാളത്തിന് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ആളെ മാറ്റുക. വ്യക്തിയെ ചലിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ കഴുത്ത് സംരക്ഷിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. എന്താ സംഭവം എന്നറിയോ? ഇപ്പോൾ തലയ്ക്കോ കഴുത്തിനോ നെഞ്ചിനോ പരിക്കേറ്റ ഒരാൾ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അയാളെ നമ്മളവിടുന്ന് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കഴുത്ത് അനങ്ങാതെ നോക്കണം. അതായത് കഴുത്ത് അനങ്ങാതെ, കഴുത്തിന് ചുറ്റും എന്താ പറയുക, സെർവിക്കൽ കോളർ എന്ന് പറയും. ഈ സെർവിക്കൽ കോളർ കഴുത്തിന് മറ്റേ നമ്മുടെ ഈ പെടലി എന്ന് പറഞ്ഞ സാധനമില്ലേ, മറ്റേ ഈ കോളർ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മീശമാധവൻ പടത്തിൽ കാണിക്കത്തില്ലേ, അതുപോലെ ബെൽറ്റ്, സെർവിക്കൽ കോളർ. അപ്പോൾ നമുക്കിപ്പോൾ കോളർ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്താ, കാർഡ്ബോർഡ് പോലുള്ള എന്തെങ്കിലും വസ്തു നമ്മൾ പഠിക്കും പിന്നീട്. കാർഡ്ബോർഡ് പോലുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് കഴുത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചതിന് ശേഷം കഴുത്ത് അനക്കാതെ വേണം രോഗിയെ ഷിഫ്റ്റ് ചെയ്യാൻ. കാര്യം കഴുത്ത് അനക്കി കഴിഞ്ഞാൽ ശ്വാസനാളത്തിന് ഇഞ്ചുറി സംഭവിക്കും, സ്പൈനൽ കോഡ് ഇഞ്ചുറിയും സംഭവിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ദെൻ വ്യക്തിയുടെ തലയ്ക്ക് താഴെ ഒരു തലയിണ വെക്കുക. ഇത് ശ്വാസനാളം അടയ്ക്കുക. അപ്പോൾ വ്യക്തിയുടെ തലയുടെ താഴെ എന്ത് ചെയ്താൽ തലയിണ വെക്കരുത്. തലയിണ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ശ്വാസനാളം അടയ്ക്കുന്നതിന് കാരണമാവും. അതുകൊണ്ട് തലയ്ക്ക് താഴെ തലയിണ വെക്കരുത്. ദെൻ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എഴുതിയിരിക്കുന്നത്. വൈദ്യസഹായം ലഭിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ അവസ്ഥ മെച്ചപ്പെടുമോ എന്ന് കാണാൻ കാത്തിരിക്കുക. അത് ചെയ്യരുത്. അതായത് വൈദ്യസഹായം, എന്തായാലും ശ്വാസനാള തടസ്സമല്ലേ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ ഓക്കെ ആവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. ഉടനടി തന്നെ ആശുപത്രിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ അടിയന്തരമായിട്ട് വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അപ്പോൾ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യങ്ങളുമാണ് പഠിക്കുക. ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് മക്കളെ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ബയോളജിയിൽ ഒരു മാർക്ക് ചിലപ്പോൾ കിട്ടിപ്പോവും. അങ്ങനൊരു അഡ്വാൻറ്റേജ് കൂടെ ഇവിടെ ഉണ്ട്. എന്താണ് രക്തപര്യന വ്യവസ്ഥയുടെ അടിസ്ഥാന ധർമ്മം എന്ന് ചോദിച്ചാൽ, ശരീരത്തിലേക്ക് പോഷക ഘടകങ്ങൾ എത്തിക്കുക, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം, രോഗപ്രതിരോധം, പിന്നെ അതുപോലെ ശരീര താപനില നിയന്ത്രിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണ്. രക്തപര്യന വ്യവസ്ഥയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, രക്തപര്യന വ്യവസ്ഥയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കളറൊന്ന് ചേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ, രക്തപര്യന വ്യവസ്ഥയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ. ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ. ഓക്കെ, സി രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഓക്കെ, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഓക്കെ, അപ്പോൾ പിന്നെ നോക്കൂ, വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് ഭാഗങ്ങളിലേക്ക് സോറി എനിക്ക് ചോക്കിങ് വന്നു, സോറി. ഹൃദയത്തിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറി. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറി. അപ്പോൾ എന്താ ധമനികൾ അല്ലെങ്കിൽ ആർട്ടറി? ഹൃദയത്തിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നത് ധമനികൾ. എന്നാൽ വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ധമനികളാണ്. എന്നാൽ വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് സിരകളാണ് കേട്ടോ. സിരകൾ അല്ലെങ്കിൽ വെയിൻസ്. വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് സിരകൾ അല്ലെങ്കിൽ വെയിൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ധമനി, ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സിര. ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ധമനി, ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സിര. എന്താ പോയിന്റ് പറഞ്ഞേ? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ധമനി, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ സിരകൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക.
ഓക്കെ, മനുഷ്യൻ്റെ ശരീരത്തിൽ ശരാശരി 5.5 ലിറ്റർ രക്തം ഉണ്ടാവും. ഓക്കെ, ഒരു മനുഷ്യത്തിൽ ശരാശരി എത്രയാണ്? 5 മുതൽ 5.5 ലിറ്റർ രക്തം ഉണ്ടായിരിക്കും. ഒരു മനുഷ്യ ശരീരത്തിൽ ശരാശരി 5 മുതൽ 5.5 ലിറ്റർ രക്തം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് നോക്കിയടാ. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. അപ്പം നമ്മൾ ഇനി ആരെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്? ഹൃദയത്തെ പറ്റി പഠിക്കാൻ പോവുകയാണ്. മനുഷ്യ ശരീരത്തിലെ പമ്പ് അല്ലെങ്കിൽ പമ്പിംഗ് ഓർഗൻ എന്നാണ് ആരറിയപ്പെടുന്നത്? ഹൃദയം അറിയപ്പെടുന്നത്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തിൻ്റെ ഭാരം 250 മുതൽ 300 ഗ്രാമാണ്. അപ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തിൻ്റെ ഭാരം 250 മുതൽ 300 ഗ്രാമാണ്. ഹൃദയത്തിൻ്റെ ആകൃതി നോക്കിയേ, ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ ആകൃതി അല്ലെങ്കിൽ ഫിസ്റ്റ് ഷേപ്പാണ്. ഹൃദയത്തിൻ്റെ ആകൃതി ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ ആകൃതി അല്ലെങ്കിൽ ഫിസ്റ്റ് ഷേപ്പ്. ഹൃദയത്തിൻ്റെ ആകൃതി എന്താ? ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ ആകൃതി അല്ലെങ്കിൽ ഫിസ്റ്റ് ഷേപ്പ്. ഹൃദയത്തിൻ്റെ ആകൃതി എന്താ? ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ ആകൃതി അല്ലെങ്കിൽ ഫിസ്റ്റ് ഷേപ്പാണ്. ഫിസ്റ്റ് ഷേപ്പാണ് ഹൃദയത്തിൻ്റെ ആകൃതി. ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔരസാശയം അല്ലെങ്കിൽ തൊറാക്സിക് ക്യാവിറ്റി. ഔരസാശയത്തിൽ മാറെല്ലിന് പുറകിലായി, ഔരസാശയത്തിൽ മാറെല്ലിന് പുറകിലായി ശ്വാസകോശങ്ങൾക്കിടയിൽ അല്പം ഇടത്തേക്ക് ചരിഞ്ഞാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയെന്നാണ് പറഞ്ഞേ? ഔരസാശയത്തിൽ മാറെല്ലിന് പുറകിലായി ശ്വാസകോശങ്ങൾക്കിടയിൽ അല്പം ഇടത്തേക്ക് ചരിഞ്ഞാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം. അങ്ങനെയെങ്കിൽ ഹൃദയത്തിൻ്റെ അസ്ഥികൾ കൊണ്ടുള്ള സംരക്ഷണമാണ് മാറെല്ല് അല്ലെങ്കിൽ സ്റ്റേണം. ഹൃദയത്തിൻ്റെ അസ്ഥികൾ കൊണ്ടുള്ള സംരക്ഷണമാണ് മാറെല്ല് അല്ലെങ്കിൽ സ്റ്റേണം. ഹൃദയത്തിൻ്റെ അസ്ഥികൾ കൊണ്ടുള്ള സംരക്ഷണം മാറെല്ല് അല്ലെങ്കിൽ സ്റ്റേണമാണ്. മാറെല്ല് അല്ലെങ്കിൽ സ്റ്റേണം. ഇനി ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആ ലേയേഴ്സിന് നമുക്ക് 3ആയി തിരിക്കാം. ഏറ്റവും പുറമേ ഉള്ളത് പെരികാർഡിയം. രണ്ടാമത് മസിൽസ് ഒക്കെ ആയിട്ട് വരുന്നൊരു ഭാഗമുണ്ട്, അത് മയോകാർഡിയം. മൂന്നാമത് ഏറ്റവും ഉള്ളിലായി വരുന്ന എൻഡോകാർഡിയം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനെ 3 ഭാഗങ്ങളായി തിരിക്കാൻ പറ്റും നമുക്ക്. പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ കാർഡിയാക് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് ഏത്? മയോകാർഡിയം. ഏറ്റവും പുറമേയുള്ള ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഈ പെരികാർഡിയം എന്ന് പറയുമ്പോൾ 2 ലെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ പെരികാർഡിയത്തിൻ്റെ 2 ലെയേഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് ലെയേഴ്സ് വെച്ചുണ്ട്. ഈ പെരികാർഡിയത്തിൻ്റെ 2 ലെയേഴ്സിൻ്റെ ഉള്ളിൽ ഇരട്ട സ്തരം എന്നല്ലേ പറഞ്ഞേ, അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും, ഒരു ദ്രവം ഉണ്ടാവും. പെരികാർഡിയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. അപ്പോൾ പെരികാർഡിയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാ മക്കളെ? പെരികാർഡിയൽ ദ്രവം. ഈ പെരികാർഡിയൽ ദ്രവം എന്തൊക്കെ ചെയ്തു ചോദിച്ചാൽ, ഒന്ന് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നു. 2 ഹൃദയകലകൾക്ക് പോഷണങ്ങൾ നൽകുന്നു. 2 ജോലിയുണ്ട് പെരികാർഡിയൽ ദ്രവത്തിന്. ഒന്ന് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നു, അതൊപ്പം പ്രൊട്ടക്ഷൻ എന്നുള്ള ജോലിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ അടുത്ത് എന്താ ഇത് ചെയ്യാൻ സഹായിക്കുന്നേ? ഹൃദയത്തെ നമ്മുടെ ഈ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ പോഷകങ്ങൾ കൊടുക്കുക. ഈ ജോലിയും കൂടെ ആർക്കുണ്ട്? നമ്മുടെ പെരികാർഡിയത്തിനുണ്ട്. നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഇപ്പം മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. 2 ഏട്രിയവും 2 വെൻട്രിക്കിളുകളും. 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കിളുകളും, ഇങ്ങനെ 4 അറകളുണ്ട് ഹൃദയത്തിന്. നമുക്ക് നോക്കാം. ഏതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഹൃദയം ഇരിക്കുക. ഇതിൻ്റെ മുകളിലത്തെ അറകൾ ഏട്രിയമാണ്. അപ്പോൾ മുകളിലത്തെ അറകൾ ഏട്രിയം, താഴത്തെ അറകൾ വെൻട്രിക്കിൾ. ഇത് വലത് ഏട്രിയം, അപ്പോൾ ഇത് വലത് വെൻട്രിക്കിൾ. ഇത് ഇടത് ഏട്രിയം, ഇത് ഇടത് വെൻട്രിക്കിൾ. അപ്പോൾ ഹൃദയത്തിന് 4 അറകളുണ്ട്. 2 ഏട്രിയവും 2 വെൻട്രിക്കിളും. ഹൃദയത്തിന് 4 അറകളുണ്ട്. 2 ഏട്രിയവും 2 വെൻട്രിക്കിളും. അപ്പോൾ മുകൾ ഭാഗത്തെ അറകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏട്രിയങ്ങളാണ്.
എന്നാൽ താഴത്തെ അറകൾ ചോദിച്ചാൽ വെൻട്രിക്കിളുകൾ. അപ്പോൾ മുകൾ ഭാഗത്തെ അറകൾ ചോദിച്ചാൽ ഏട്രിയങ്ങളും താഴത്തെ അറകൾ ചോദിച്ചാൽ അത് വെൻട്രിക്കിളുകളുമാണ്. മുകൾ ഭാഗത്തെ അറകൾ ഏട്രിയങ്ങളും താഴത്തെ അറകൾ വെൻട്രിക്കിളുകളുമാണ്. ഹൃദയത്തിലെ ഏറ്റവും കട്ടിയുള്ള അറ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അപ്പോൾ ആ തിക്നെസ് കാണിക്കാൻ ഇങ്ങനെ വരച്ചേ. അപ്പോൾ ഹൃദയത്തിലെ ഏറ്റവും കട്ടിയുള്ള അറ എന്ന് ചോദിച്ചാൽ അവിടെ അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഏറ്റവും കട്ടിയുള്ള അറ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഇടത് വെൻട്രിക്കിൾ. അപ്പോൾ ഹൃദയത്തിലെ ഏറ്റവും കട്ടിയുള്ള അറ എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കിളാണ്. ഓർത്തിരിക്കുക. ഓക്കെ. ഹൃദയത്തിലെ ഓരോ അറകളും അവയുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകളുമാണ്. ശ്രദ്ധിച്ചോളൂ, ഹൃദയത്തിലെ ഓരോ അറകളും അവയുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകളും. വലത് ഏട്രിയവുമായി ബന്ധപ്പെടുന്ന രക്തക്കുഴല് ഊർധ്വമഹാസിരയും അധോ മഹാസിരയും. അപ്പോൾ സിരകളെന്ന് പറയുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നവരാണ് അല്ലേ. അപ്പോൾ വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തത്തെ വലത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും. ഊർധ്വ മഹാസിര എന്ന് പറയുമ്പോൾ സുപ്പീരിയർ വീന കേവ, അധോ മഹാസിര എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ വീന കേവ. ഹൃദയത്തിന് മുകളിലുള്ള ശരീരഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സുപ്പീരിയർ വീന കേവയും ഹൃദയത്തിന് താഴെയുള്ള ശരീരഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇൻഫീരിയർ വീന കേവയുമാണ്. ഇനി വലത് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന രക്തക്കുഴല് ശ്വാസകോശ ധമനി. അപ്പോൾ ഇത് കൊണ്ടുപോണതാണ്. ധമനി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോണതാണ്. ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി. പേര് പറഞ്ഞ പോലെ തന്നെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. എന്നാൽ തിരികെ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തത്തെ ഇടത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അപ്പോൾ ശ്വാസകോശ സിര എന്താ ചെയ്യുന്നത്? ഓക്സിജൻ അടങ്ങിയ രക്തത്തെ ഇടത് ഏട്രിയത്തിൽ എത്തിക്കുന്നു. എന്നാൽ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന രക്തക്കുഴലാണ് മഹാധമനി. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യപ്പെടുന്ന രക്തക്കുഴലാണ് ഏത്? മഹാധമനി. മഹാധമനി. അപ്പോൾ വലത് ഏട്രിയം ഊർധ്വമഹാസിരയും അധോ മഹാസിരയും, വലത് വെൻട്രിക്കിള് ശ്വാസകോശ ധമനി, ഇടത് ഏട്രിയം ശ്വാസകോശ സിര, ഇടത് വെൻട്രിക്കിള് മഹാധമനി അല്ലെങ്കിൽ അയോട്ട. സാധാരണ രീതിയിൽ ധമനികളിലൂടെ ശുദ്ധരക്തം അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ഒഴുകുന്നത്. എന്നാൽ അശുദ്ധ രക്തം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. അപ്പം എന്താ പോയിന്റ് പറഞ്ഞേ? അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. എന്നാൽ അതേപോലെ സിരകളിലൂടെ പോകുന്നത് ഓക്സിജൻ അടങ്ങാത്ത കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തമായിരിക്കും. എന്നാൽ ഒരു സിരയിലൂടെ മാത്രം ശുദ്ധരക്തം വരും. ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ അടങ്ങിയ രക്തത്തെ തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ശ്വാസകോശ സിരയാണ് ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര. അപ്പോൾ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ചോദിച്ചാൽ ഫ്രണ്ടിൽ ശ്വാസകോശം അല്ലെങ്കിൽ പൾമണറി എന്ന് എഴുതിയാൽ ആൻസറായി. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി എന്ന് ചോദിച്ചാലും ഫ്രണ്ടിൽ ശ്വാസകോശം അല്ലെങ്കിൽ പൾമണറി എന്ന് എഴുതിയാൽ ആൻസറായി. കാര്യം ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകണ എല്ലാം ധമനി, ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലോട്ട് ഓക്സിജൻ അടങ്ങിയ രക്തത്തെ കൊണ്ടുപോകുന്നത് ശ്വാസകോശ ധമനി. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തത്തെ കൊണ്ടുപോകുന്നത് ശ്വാസകോശ ധമനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശ ധമനി. എന്നാൽ സിരകളിലൂടെ പൊതുവെ അശുദ്ധ രക്തമാണ് ഒഴുകുന്നത്. എന്നാൽ ഇവിടെ എന്ത് പറ്റും? ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ ഉള്ള രക്തത്തെ തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ശ്വാസകോശ സിര. സോ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ശ്വാസകോശ സിര. ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് ആലോചിച്ചുകൂടാം. ഓക്കെ. അടുത്ത് ഹൃദയ വാൽവുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുക. ഹൃദയത്തിൽ രണ്ട് തരത്തിൽ വാൽവുകളുണ്ട്. ദളവാൽവുകളും, ശ്രദ്ധിക്കുക, ദളവാൽവുകളും സെമി ലൂണാർ വാൽവുകൾ അല്ലെങ്കിൽ അർദ്ധ വൃത്താകാര വാൽവുകൾ. നോക്കാം നമുക്ക്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. വലത് ഏട്രിയത്തിനും ഈ ദളവാൽവുകൾ എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിൽ കാണുന്ന വാൽവുകളാണ് ദളവാൽവുകൾ. ഇതിൽ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്.
ട്രൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ത്രിദള വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ത്രിദള വാൽവ്. എന്നാൽ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്നത് ബൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്നത് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ദ്വിദള വാൽവ്. ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ദ്വിദള വാൽവ്. ഇത് മിട്രൽ വാൽവ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ദ്വിദള വാൽവുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിട്രൽ വാൽവ്. അപ്പോൾ ദ്വിദള വാൽവുകൾ മിട്രൽ വാൽവുകൾ എന്നും അറിയപ്പെടുന്നു. ദ്വിദള വാൽവുകൾ മിട്രൽ വാൽവുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവയുടെ ജോലി എന്തെന്ന് വെച്ചാൽ വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്ന സമയത്ത് ഈ ദളവാൽവുകൾ അടഞ്ഞു കാണപ്പെടും. എന്നാൽ ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ ദളവാൽവ് തുറക്കും. കാര്യം എന്തറിയോ? ഏട്രിയം സങ്കോചിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് രക്തം വരാനുള്ളത്. അപ്പോൾ ഇത് തകർക്കും, തുറന്നിരിക്കും. ഈ പറഞ്ഞ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ഈ അറയിലോട്ട് തിരിച്ച് രക്തം കയറി പോകാൻ പാടില്ല. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ തിരികെ ഏട്രിയങ്ങളിലേക്ക് രക്തം പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വാൽവ് ആ സമയത്ത് അടഞ്ഞിരിക്കും. അപ്പോൾ ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ ദളവാൽവുകൾ തുറക്കുകയും വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ ദളവാൽവുകൾ അടയുകയും ചെയ്യുന്നു. ഒന്ന് നോക്കി മനസ്സിലാക്കിയ മക്കളെ. ഇനി നമുക്ക് രണ്ടാമത് പറയുന്ന ടൈപ്പ് ഓഫ് വാൽവുകളാണ് അർദ്ധ ചന്ദ്രാകാര വാൽവുകൾ അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവുകൾ. ശ്വാസകോശ ധമനിയുടെയും മഹാധമനിയുടെയും തുടക്കത്തിൽ കാണപ്പെടുന്ന വാൽവുകളാണ് സെമി ലൂണാർ വാൽവുകൾ. ഇപ്പോൾ ശ്വാസകോശ ധമനിയുടെയും മഹാധമനിയുടെയും തുടക്കത്തിൽ കാണപ്പെടുന്ന വാൽവുകളാണ് സെമി ലൂണാർ വാൽവുകൾ. അപ്പോൾ ഇവ ധമനിയുടെ തുടക്കത്തിലാണ് കാണുന്നത്. ശ്വാസകോശ ധമനിയുടെ തുടക്കത്തിൽ കാണുന്നത് പൾമണറി സെമി ലൂണാർ വാൽവ്. മഹാധമനി അല്ലെങ്കിൽ അയോട്ടയുടെ തുടക്കത്തിൽ കാണുന്ന അയോട്ടിക് സെമി ലൂണാർ വാൽവ്. ശ്വാസകോശ ധമനിയുടെ തുടക്കത്തിൽ കാണുന്നത് പൾമണറി സെമി ലൂണാർ വാൽവ്. മഹാധമനിയുടെ തുടക്കത്തിൽ കാണുന്നത് അയോട്ടിക് സെമി ലൂണാർ വാൽവ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഏട്രിയം സങ്കോചിക്കുന്ന സമയത്ത് ഇവന്മാരുടെ കാര്യം വരുന്നില്ല, നോക്കാം. നമുക്ക് വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ഈ ശ്വാസകോശ ധമനിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അടപ്പാണ് ഏത്? ഈ വാൽവ്. അതേപോലെ മഹാധമനിയുടെ ഫ്രണ്ടിലുള്ള ഒരു അടപ്പ്, ഇത് അടയ്ക്കാനും തുറക്കാനും പറ്റും. വാൽവ് എന്ന് പറയുമ്പോൾ അടയ്ക്കാനും തുറക്കാനും പറ്റുമല്ലോ, ക്ലോസ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ ഈ ശ്വാസകോശ ധമനിയും മഹാധമനിയും ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ്. അപ്പോൾ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോഴാണ് യുവമാർ യുവമാർക്കൂടെ രക്തം കയറി പോകുന്നത്. അപ്പോൾ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ രക്തം അകത്ത് കയറിപ്പോകും. പക്ഷേ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ലേ? ലൈക്ക് നിങ്ങളൊരു സ്ട്രോ വെച്ച് വെള്ളം കുടിക്കുക, സ്ട്രോ വെച്ച് വെള്ളം വലിച്ചു കുടിക്കുന്നു. നിങ്ങൾ ആ സക്ഷൻ ഫോഴ്സ് വിടുമ്പോൾ സ്ട്രോയിലെ വെള്ളം വീണ്ടും തിരിച്ച് ഗ്ലാസ്സിലേക്ക് വരൂലേ, സ്ട്രോയ്ക്കകത്തിരിക്കുന്ന വെള്ളം. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കണം. തിരികെ രക്തം വരാൻ പാടില്ല. അതായത് വെൻട്രിക്കിളിലേക്ക് പമ്പ് ചെയ്യപ്പെട്ട രക്തം തിരിച്ചു വരാൻ പാടില്ല. അപ്പോൾ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ദളവാൽവുകൾ തുറക്കും, അകത്ത് രക്തം കയറിപ്പോവും. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ അർദ്ധചന്ദ്രാകാര വാൽവ്, ഏത്? സെമിലൂണർ വാൽവ്, പൾമണറി സെമിലൂണർ വാൽവും അയോട്ടിക് സെമിലൂണർ വാൽവും തുറക്കും. അപ്പോൾ രക്തം എന്ത് ചെയ്യും? അകത്തേക്ക് കയറിപ്പോവും. എന്നാൽ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഈ വാൽവുകൾ അടയും, രക്തത്തിൻ്റെ പിന്നൊഴുക്ക് തടയുക. വാൽവിൻ്റെ ജോലി തന്നെ എന്താ? രക്തത്തിൻ്റെ പിന്നൊഴുക്ക് അല്ലെങ്കിൽ ബാക്ക് ഫ്ലോ തടയുക എന്നുള്ളതാണ്. അപ്പോൾ വാൽവുകൾ രണ്ട് തരത്തിലുണ്ട്, ദളവാൽവുകളും അർദ്ധചന്ദ്രാകാര വാൽവുകളും. ശ്വാസകോശ ധമനിയുടെ തുടക്കത്തിൽ കാണുന്നത് പൾമണറി സെമിലൂണർ വാൽവ്. മഹാധമനിയുടെ തുടക്കത്തിൽ കാണുന്നത് അയോട്ടിക് സെമിലൂണർ വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്നത് ത്രിദള വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്നത് ദ്വിദള വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. ഓക്കെ, ഇതപ്പോൾ നമ്മൾ വാൽവുകളുടെ കാര്യം പറഞ്ഞു. ഇനി ഹൃദയത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയപേശികൾ അനൈച്ഛിക പേശികളാണ്. ഹൃദയപേശികൾ അനൈച്ഛിക പേശികളാണ്. ഈ അനൈച്ഛിക പേശികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ആര്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. കാരണം ഹൃദയപേശികൾ അനൈച്ഛിക പേശികളാണ്. അനൈച്ഛിക പേശികളുടെ ചലനം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്.
ഇനി ഹൃദയത്തിലെ അറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റളിക് എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ വെൻട്രിക്കിളുകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റളി എന്നാണ്. സിസ്റ്റളിക്കിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റളിക് മർദ്ദം. അപ്പോൾ വെൻട്രിക്കിളുകളുടെ സങ്കോചം, വെൻട്രിക്കിൾ കോൺട്രാക്റ്റിംഗ് അനുസരിച്ച് കോൺട്രാക്ട് ചെയ്യുന്ന അറിയപ്പെടുന്നത് സിസ്റ്റളിക്. എന്നാൽ വെൻട്രിക്കിളുകൾ വിശ്രമിക്കുന്നതാണ് ഡയസ്റ്റളിക്. ഓക്കെ, വെൻട്രിക്കിളുകളുടെ സങ്കോചത്തെ സിസ്റ്റോൾ എന്നും വികസിക്കുന്നതിനെ ഡയസ്റ്റോൾ, വിശ്രമാവസ്ഥയെ ഡയസ്റ്റോൾ എന്നും പറയും. സിസ്റ്റോളിൽ അനുഭവപ്പെടുന്ന മർദ്ദം 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ഡയസ്റ്റോളിലെ മർദ്ദം 80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ രക്തസമ്മർദ്ദം BP, രക്തസമ്മർദ്ദം എത്രയെന്ന് ചോദിച്ചാൽ 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അപ്പോൾ മനുഷ്യൻ്റെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആൻജിന എന്നാണ്. ആൻജിന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരും. ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മസിൽസിന്, നെഞ്ചിലാണ് ആദ്യം വേദന വരുന്നത്, പമ്പ് ചെയ്യാനുള്ളത്. ആ വേദന, ഹൃദയാഘാതം കാരണം ഉണ്ടാവുന്ന നെഞ്ചുവേദനയെ പറയുന്ന പേരാണ് ആൻജിന അല്ലെങ്കിൽ ആൻജിനോ പെക്ടോറിസ്. അപ്പോൾ ഹൃദയാഘാതം കാരണം ഉണ്ടാകുന്ന നെഞ്ചുവേദനയ്ക്ക് പറയുന്ന പേര് ആൻജിന അല്ലെങ്കിൽ ആൻജിന പെക്ടോറിസ്. അപ്പോൾ ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വരുന്ന സംഭവമാണ് എന്താ? അപ്പോൾ ഒരു വേദന അനുഭവപ്പെടും. ആ നെഞ്ചുവേദനയ്ക്ക് പറയുന്ന പേരാണ് ആൻജിന അല്ലെങ്കിൽ ആൻജിന പെക്ടോറിസ്. നമുക്ക് ആൻജിന എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാതെ പഠിക്കാം. എന്താണ് ഹൃദയാഘാതം കൊണ്ടുള്ള നെഞ്ചുവേദന? നെഞ്ചിലെ മധ്യഭാഗത്തും ഇടത്തോട്ടും മാറി അമർത്തുന്നത് പോലെയുള്ള വേദന. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ, ശരിക്കും പറഞ്ഞാൽ നെഞ്ചിൻ്റെ മധ്യത്തായി തുടങ്ങി, ശ്രദ്ധിക്കുക, നെഞ്ചിൻ്റെ മധ്യത്തായി തുടങ്ങി ഇടത്തെ തോളിലേക്കും കഴുത്തിലേക്കും പിന്നെ താഴെ വയറിലേക്കും വ്യാപിക്കുന്ന വേദനയാണ് ആൻജിന എന്ന് പറയുന്നത്. നോക്കാം. ശ്വാസം മുട്ടൽ, അമിതമായി വിയർക്കുക. അപ്പോൾ നെഞ്ചുവേദനയുടെ ലക്ഷണങ്ങളാണ്, ഹൃദയാഘാതം കാരണം ഉണ്ടാകുന്ന നെഞ്ചുവേദനയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. പറയുന്നത് പെട്ടെന്ന് അബോധാവസ്ഥയിലാവുക. പെട്ടെന്ന് എന്ത് ചെയ്യും? അബോധാവസ്ഥയിലാകും. പിന്നെ രക്തം കുറയുമ്പോൾ എന്ത് ചെയ്യും? തൊലിപ്പുറം വിളറി വെളുക്കും. ഹൃദയമിടിപ്പ്, ശ്വസനം എന്നിവ കൂടുതൽ വേഗത്തിലാവും. വേദന കൈകളിലേക്കും കഴുത്തിലേക്കും വയറിൻ്റെ ഭാഗത്തേക്കും വ്യാപിക്കും. അപ്പോൾ മക്കളെ നോക്കിക്കോ, അപ്പോൾ എന്താ ഹൃദയാഘാതം കൊണ്ടുള്ള നെഞ്ചുവേദന പറയുന്നേ? നെഞ്ചിലെ മധ്യഭാഗത്തും ഇടത്തോട്ടും മാറി അമർത്തുന്നത് പോലെയുള്ള വേദന. ശ്വാസം മുട്ടലും അമിതമായ വിയർക്കലും അനുഭവപ്പെടും. പെട്ടെന്ന് തന്നെ രോഗി എന്ത് ചെയ്യും? അബോധാവസ്ഥയിലേക്ക് മാറും. നമ്മുടെ തൊലിപ്പുറം വിളറി വെളുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ബ്ലഡ് കുറയുമ്പോഴാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം എന്നിവ കൂടുതൽ വേഗത്തിലാവും വെപ്രാളം കൊണ്ടാണ്. ദെൻ വേദന കൈകളിലേക്കും വയറിൻ്റെ ഭാഗത്തേക്കും വ്യാപിക്കും. അപ്പം നെഞ്ചിൻ്റെ സെൻറ്റർ, ഈ സ്റ്റേണം, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അമർത്തുന്ന പോലെ വേദന ഒന്ന് ഈ സൈഡിലേക്ക് വ്യാപിച്ച് അവിടെ നിന്ന് ഇടത്തെ തോളിലേക്കും കഴുത്തിലേക്കും അതേപോലെ വയറിൻ്റെ ഭാഗത്തേക്കും ഈ വേദന ബാധിക്കും. അപ്പോൾ ഹൃദയാഘാതം കാരണം കൊണ്ടുണ്ടാകുന്ന നെഞ്ചുവേദനയ്ക്ക് പറയുന്ന പേരാണ് ആൻജിന പെക്ടോറിസ്. ആൻജിന പെക്ടോറിസ്. ഒന്ന് നോക്കിയേ ഈ വേദന. ഇപ്പോൾ ഹൃദയാഘാതമുള്ള നെഞ്ചുവിൻ്റെ ലക്ഷണം ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് ഇമെയിലും ചോദ്യം ഇട്ടിട്ടുണ്ട്. നെഞ്ചിൽ നിന്ന് വ്യാപിച്ചത് ഈ ഒരു സാധനം, കൈകളിലേക്കും കഴുത്തിലേക്കും വ്യാപിക്കുന്ന വേദന പ്രീവിയസ്ലി ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. എന്താണ് ഹൃദയാഘാതം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ആൻജിന അനുഭവപ്പെടുന്ന ഒരാൾക്ക്, ഹൃദ്രോഗമോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ വരുന്ന ഒരാൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നോക്കാം. രോഗിയെ ചാരിയിരുത്തി വിശ്രമിക്കാൻ അനുവദിക്കുക. അപ്പോൾ രോഗി എന്ത് ചെയ്യുക? ചാരിയിരുത്തി വിശ്രമിക്കാൻ അനുവദിക്കുക. രോഗിയെ ചാരിയിരുത്തി വിശ്രമിക്കാൻ അനുവദിക്കുക. തല, തോൾഭാഗം, മടക്കി വെച്ച കാൽമുട്ടുകൾ എന്നിവയ്ക്കിടയിൽ തലയണയോ മടക്കിയ തുണിയോ ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കണം. അതായത് തല, തോളിൻ്റെ ഭാഗം, അതേപോലെ മടക്കി വെച്ച കാൽമുട്ടുകൾ. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യണം? സപ്പോർട്ട് കൊടുക്കണം. തുണിയോ തലയുടെയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത ആളെ കിടക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ വിശ്രമിക്കാൻ
കിടക്കുക മീൻസ് ചാരി ഇരുത്തുക, അങ്ങനെയാണ്. വൈദ്യസഹായം തേടുക, അടിയന്തരമായിട്ട് വൈദ്യസഹായം 911 അല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിൽ ഏതാ 112. ഓക്കെ, നമ്പേഴ്സാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. വൈദ്യസഹായം ലഭ്യമാകുന്നത് വരെ 10 മിനിറ്റ് ഇടവിട്ട് ശ്വസനം, ഹൃദയമിടിപ്പ് എന്നിവ വിലയിരുത്തുക. അപ്പോൾ വൈദ്യസഹായം ലഭ്യമാകുന്നത് വരെ 10 മിനിറ്റ് ഇടവിട്ട് എന്ത് ചെയ്യുക? ശ്വസനവും ഹൃദയമിടിപ്പും വിലയിരുത്തുക. അപ്പോൾ ഇതിൻ്റെ പ്രഥമ ശുശ്രൂഷയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന CPR ഒക്കെയാണ്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ള കാര്യം വരുന്ന സെഷനിൽ നമ്മളത് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വൈദ്യസഹായം ലഭ്യമാകുന്നത് വരെ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യണം? 10 മിനിറ്റ് ഇടവിട്ട് ശ്വസനവും ഹൃദയമിടിപ്പും വിലയിരുത്തുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്വസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അത് ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു. പൾസ് എന്താണെന്ന് പഠിച്ചു, പൾസ് റേറ്റ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മുടെ രക്തപര്യന വ്യവസ്ഥയും ഹൃദയവും ഹൃദയത്തിലെ രക്തക്കുഴലുകളും ഹൃദയാഘാതം കാരണം കൊണ്ടുണ്ടാകുന്ന നെഞ്ചുവേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിച്ചു. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള നാഡീവ്യൂഹവും അതേപോലെ തന്നെ പേശികളെയും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡീൻ്റെ കുറച്ച് കാര്യങ്ങൾ കഴിയും. നാഡീവ്യൂഹങ്ങളും പേശികളെല്ലാം മസിൽ നമുക്കത് പഠിക്കാനുള്ള, അസ്ഥികളെ പഠിക്കാനുള്ളത്, അസ്ഥികളും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മസിൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് പുനരുജ്ജീവന മെത്തേഡ്സ് ആണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ വഴിയെ പഠിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തേക്ക് വിട കൊള്ളുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.